40 മില്യൺ ജനങ്ങൾ ജീവിക്കുന്ന ഇറാഖിൽ ക്രിസ്ത്യൻ ജനസംഖ്യ അപകടകരമാം വിധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മൊസൂളിലെ കൽദായ ആർച്ച് ബിഷപ്പ് മിഖായേൽ നജീബ് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2003-ൽ 1.4 മില്യൺ ക്രൈസ്തവർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും 2.5 ലക്ഷം പേരാണ് അവശേഷിക്കുന്നതെന്നും ഇറാഖിലെ ക്രിസ്ത്യാനികൾ അരക്ഷിതാവസ്ഥയിലാണെന്നും അദ്ദേഹം പറയുന്നു. എങ്കിലും 2021-ൽ ഫ്രാൻസിസ് പാപ്പ നടത്തിയ ഇറാഖ് സന്ദർശനത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നതായി പറഞ്ഞ അദ്ദേഹം വിവിധ മതസ്ഥർ തമ്മിലുള്ള പരസ്പര സഹകരണം വർദ്ധിച്ചു വരുന്നതായും കൂട്ടിച്ചേർത്തു. 2021 മാർച്ച് 5-ാം തീയതിയാണ് ഫ്രാൻസിസ് പാപ്പ ചരിത്രപരമായ ഇറാഖ് സന്ദർശനം നടത്തിയത്. ഇറാഖ് സന്ദർശിക്കുന്ന ആദ്യ പാപ്പയാണ് അദ്ദേഹം. 5 ദിവസം നീണ്ടുനിന്ന ആ സന്ദർശന സമയത്ത് അദ്ദേഹം ബാഗ്ദാദ്, അബ്രഹാമിന്റെ ജന്മസ്ഥലമായി പരിഗണിക്കപ്പെടുന്ന ഊർ എന്നിവിടങ്ങളിൽ പോയിരുന്നു. അഹങ്കാരമാണ് എല്ലാ തിന്മകളുടെയും മഹാറാണിയെന്ന് ഫ്രാൻസിസ് പാപ്പ. ഈ തിന്മയ്ക്ക് വശംവദരാകുന്നവർ ദൈവത്തിൽ നിന്ന് അകലെയാണെന്നും ക്രൈസ്തവ വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്ന മറ്റേത് യുദ്ധത്തെക്കാളും കൂടുതൽ സമയവും പ്രയത്നവും ഇതിനെ അതിജീവിക്കാൻ ആവശ്യമാണെന്നും പൊതുദർശന പരിപാടിയോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. യുദ്ധം ഛിന്നഭിന്നമാക്കിയ തൻ്റെ രാജ്യത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന് US പ്രസിഡന്റിനോടും പാർലമെന്റ് അംഗങ്ങളോടും അഭ്യർത്ഥിച്ച് ഉക്രൈനിലെ കത്തോലിക്ക പാത്രിയാർക്കീസ് കീവ് ഗലീസിയ മേജർ ആർച്ച് ബിഷപ്പ് സിയോത്തോസ്ലാവ് ഷെവ്ചുക്കാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭ്യർത്ഥന നടത്തിയത്. ദൈവത്തെയും ഭൂമിയിലെ നല്ല മനസ്സാക്ഷിയുള്ള എല്ലാവരോടും നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഉക്രൈനിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ശബ്ദം US പ്രസിഡന്റിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉക്രൈനെ കൈവിടരുത് എന്നും ആർച്ച് ബിഷപ്പ് ഷെവ്ചുക്ക് പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.